അത് എന്തിനാണെന്ന് വെച്ചാൽ നിശ്ചയം കൊണ്ടുപോകുന്നതിന് ഇത് പറഞ്ഞാൽ കൊടുക്കുന്നത്. അപ്പോൾ വലിയൊരു പെട്ടെന്ന് നമ്മളെല്ലാം ചെയ്ത് നമ്മുടെ ക്യാമ്പിൽ ഉണ്ടാവുകയും ചെയ്ത ഒരു സാന്നിധ്യമാണ് നിഷ. അപ്പോൾ നിഷ സംസാരിക്കും. ഈ ക്യാമ്പിൻ്റെ അച്ഛനും അമ്മയുമായ രാവുണ്ണി മാഷ്, അംബികേച്ചി, ബാക്കി പ്രിയ സ്നേഹങ്ങളെ, റീന പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ക്യാമ്പിന് വന്നത്, അല്ലെങ്കിൽ ഞാൻ വരില്ലായിരുന്നു. കൊച്ചിലെ ഞാനൊരു ക്രിസ്ത്യനാണ്. അത് പറയാൻ കാരണം കൊച്ചിലെ മുതൽ അമ്മ ഇങ്ങനെ ധ്യാനത്തിന് വിടും. ഏകദേശം ഒരു 3ാം ക്ലാസ് മുതൽ ഇങ്ങനെ ധ്യാനത്തിന് ഞങ്ങളെ നിർബന്ധിച്ച് വിടും എല്ലാ വർഷവും. അപ്പം അതായിരുന്നു ആകപ്പാടെ പുറത്തുനിന്നുണ്ടായിരുന്ന ഒരു കേൾവി. അപ്പോൾ ഇവിടെ ഞാൻ വന്നിട്ടുണ്ട് എന്ന് ഓർത്തെടുത്തത്, ഇവിടെ അട്ടപ്പാടിയില്ലേ താവളം ധ്യാന സെൻറ്റർ, അവിടെ ഞാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ വട്ടായിലച്ഛൻ എന്ന് പറയും, സേവ്യർ ഗാൻ അച്ഛൻ പറഞ്ഞു, നമ്മുടെ ശരീരത്തിൽ നിന്ന് നന്മ നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ് നമുക്ക് രോഗങ്ങൾ ഉണ്ടാവുന്നത് എന്ന്. അപ്പോൾ എത്രയോ എനിക്ക് തോന്നുന്നു ഒരു 15 വർഷം മുൻപ് കേട്ട കാര്യമാണ്. പക്ഷെ അതിപ്പോഴും ആ ചിന്ത മാത്രം ഇങ്ങനെ തുടർന്നുകൊണ്ടിരുന്നു. കള്ളത്തരം പറയുമ്പോഴും ചെയ്യുമ്പോഴുമാണ് ശരീരത്തിലോട്ട് രോഗം കടന്നു വരുന്നത് എന്ന്. ഇപ്പോൾ കുറേ കാലങ്ങൾക്ക് ശേഷം എനിക്കങ്ങനെ എഴുത്ത് പാരമ്പര്യമൊന്നുമില്ല കേട്ടോ, വായിക്കുക മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എഴുത്തിലോട്ട് സജീവമായിട്ട് വന്നിട്ട് ഒരു 6-7 വർഷം ആയിട്ടേ ഉള്ളൂ. ഇപ്പം ഞാൻ മതം എന്ന് പറയുന്ന അതിൻ്റെ വിശ്വാസം ഉപേക്ഷിച്ചിട്ടില്ല. പക്ഷെ അത് കെട്ടിപ്പടുത്തുണ്ടാക്കിയ ഒരു സാധനം ഉണ്ടല്ലോ, അതിനെ ഉപേക്ഷിച്ച് അതിൻ്റെ മുഖംമൂടിയൊക്കെ ഉപേക്ഷിച്ച് ഇത്തരം ക്യാമ്പുകളിൽ സജീവമായി പങ്കെടുക്കാൻ തുടങ്ങി. അപ്പം എനിക്ക് പങ്കെടുത്തപ്പോൾ ഉണ്ടായ വലിയൊരു അനുഭവം, ഈ ഓക്സിജൻ കിട്ടാണ്ട് നമ്മൾ അലയൂലേ. ഇപ്പോൾ ഡൽഹിയിൽ ജീവിച്ച സെലീനമ്മ, അവിടുന്ന് നമ്മൾ പെട്ടെന്ന് പെരുവണ്ണാമൊഴി, എൻ്റെ സ്ഥലമാണ്, കക്കയത്തോട്ട് എത്തിപ്പെടുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു കുളിർമയില്ലേ, അതാണ് ഓരോ ക്യാമ്പും തരുന്നത്. ഇവിടെ വന്നപ്പോൾ ഞാൻ രാവുണ്ണി മാഷോട് പറഞ്ഞു, മാഷേ എനിക്ക് എൻ്റെ ആത്മാവിനെ തിരിച്ചു കിട്ടിയത് പോലെയാണ് തോന്നിയത്. സത്യമായിട്ട് തന്നെ പറയുകയാണ്, അത്രയ്ക്ക് ഒരു വലിയ റിലീഫ് ഇവിടുന്ന് ഉണ്ടായി, ഒരുപാട് സന്തോഷം. പിന്നെ മിണ്ടാതിരിക്കണം എന്ന് കരുതി വന്നതായിരുന്നു. എനിക്ക് മിണ്ടുമ്പം എന്തൊക്കെയോ ഒരു അസ്വസ്ഥത പോലെ ആയിരുന്നു. അതായത് നിങ്ങളോടൊന്നല്ല, എവിടെയും ഭയങ്കര ചെലപ്പാണ്ടിയാണ് ഞാൻ. കുഞ്ഞിലെ കരികലപ്പെട എന്നായിരുന്നു എൻ്റെ പേര്. വളർന്നു വന്നപ്പോൾ അത് പോയി. അപ്പോൾ എനിക്കിങ്ങനെ സൈലൻ്റ് ആയിട്ട് ഇരിക്കുമ്പം ഞാൻ അനുഭവിക്കുന്ന വലിയൊരു ഹാപ്പിനെസ് ഉണ്ട്. അപ്പോൾ രാവുണ്ണി മാഷ് പറഞ്ഞു എല്ലാവരോടും മിണ്ടണമെന്ന്. പിന്നെ മാഷ് പറയണ അനുസരിച്ചേക്കാന്ന് വിചാരിച്ചു. അതോടുകൂടി ഉണ്ടായിരുന്ന എല്ലാ മര്യാദകളും പോവുകയും ചെയ്തു. ഒരുപാട് സ്നേഹമുള്ള മുഖങ്ങളെ പരിചയപ്പെട്ടു. കൃഷ്ണേട്ടൻ ഞാൻ മറക്കൂല. എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ, എവിടെയോ ചിലപ്പോൾ കണക്ട് ചെയ്യുന്നൊരു മുഖം കണ്ടതുകൊണ്ടായിരിക്കും എനിക്ക് ഭയങ്കര എനിക്ക് സങ്കടം വരുന്നുണ്ട് ശരിക്കും. ഒരുപാട് മിണ്ടിയൊന്നുമില്ല, പക്ഷെ ഞാൻ മറക്കൂല കൃഷ്ണേട്ടനെ. ഭയങ്കര സന്തോഷം. പിന്നെ ഇന്നലെ എൻ്റെ കൂട്ടത്തിൽ യാത്ര ചെയ്ത ആ മോന് ലൈജു ഗൈഡായിട്ട് വന്നില്ലേ, ഒരുപാട് കാര്യങ്ങൾ കാടിനെ കുറിച്ച് പറഞ്ഞു തന്നു. ഞാൻ പോരാൻ നേരത്ത് അവൻ്റെ കയ്യെ പിടിച്ചാണ് തിരിച്ചിങ്ങോട്ട് കയറ്റമല്ലായിരുന്നു കയറിയത്. പിന്നെ ഞാൻ കേട്ടത് മുഴുവൻ വലിയ വലിയ ആൾക്കാർ നമ്മളോട്, സാഹിത്യ ഏത് മേഖലയിൽപ്പെട്ടവരാണെങ്കിലും നമ്മളോട് മിണ്ടാൻ കുറച്ച് പുറകിലോട്ട് നിൽക്കുമെന്നാണ്. എനിക്ക് അതുകൂടെ കേട്ടപ്പോൾ സംശയമായി ഞാൻ ആരെയാണ് കണ്ടത് എന്നുള്ളത്. രാവുണ്ണി മാഷ് ഇങ്ങനെ കൈ നീട്ടിയാണ് എന്നെ സ്വീകരിച്ചത്. ആദ്യം ഞാൻ വിചാരിച്ചു റീനയ്ക്ക് വേണ്ടിയിട്ടായിരിക്കും കൈ നീട്ടുന്നതെന്ന്. അപ്പോൾ റീനേനെ ചേർത്ത് കഴിഞ്ഞ് പിന്നെ ആ കൈ ഇങ്ങനെ നീണ്ടു എൻ്റെ നേർക്ക്. അപ്പോൾ ഇത്രയും ഫസ്റ്റ് ടൈമാണ് ഇത്രയും സ്നേഹമയമായ ഒരു ക്യാമ്പിൽ ഞാൻ പെട്ടത്. അറിവ് നേടാൻ വേണ്ടിയിട്ടാണ് ശരിക്കും ഞാൻ വന്നതെങ്കിലും ഇവിടുത്തെ സ്നേഹമുള്ള ആ പെരുമാറ്റവും അന്തരീക്ഷവുമാണ് എന്നെ സ്വാധീനിച്ചത്. ബിജു മാഷ്, പിന്നെ ജയകുമാർ മാഷ്, ശ്രീജിത്ത് മാഷ്, ദർശനേച്ചി, സഖാവ് രാവുണ്ണി മാഷിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, ജയറാമേട്ടൻ, അതുപോലെ തന്നെ എല്ലാവരും ഇവിടുന്ന് ഒരറ്റം മുതൽ ഈ അറ്റം വരെ. ചാക്കോ മാഷെ കുറച്ച് നേരെ ഞാൻ മാഷിൻ്റെ ആ പ്രകടനം കണ്ടുള്ളൂ. ഇത് രാവിലെ ഒരു 5 മിനിറ്റ് മിണ്ടി. പക്ഷേ എന്നെ വിളിക്കുന്ന എല്ലാ ക്ലാസ്സിലോട്ടും പറയാനുള്ളത് മുഴുവൻ കൊത്തിയെടുത്തിട്ടുണ്ട്. അപ്പം ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ഇവിടുന്ന് കിട്ടി. സന്തോഷം. സരിത, രമ്ന, എളിമ കൊണ്ട് എങ്ങനെയാണ് ഒരു മനുഷ്യനെ, സൗമ്യത കൊണ്ട് മനുഷ്യനെ ഓരോ പാഠങ്ങളാണ് മാഷ്. ഓരോരുത്തരിൽ നിന്നും പഠിക്കാൻ ഒരുപാട് പാഠങ്ങളുണ്ട്. ഇത്തരം യാത്രകളും സംഗമങ്ങളും നമ്മളെ പുതിയൊരു മനുഷ്യനാക്കി തീർക്കും, കുറച്ചുകൂടി ബെറ്റർ ആവാൻ. അപ്പോൾ ജിതേഷൻ
പറഞ്ഞ പാട്ട് പാടി തന്നില്ല, കല്യാണത്തിന് വിളിക്കുമെന്ന് കരുതുന്നു. സുബേദാർ, ഒരു പട്ടാളക്കാരൻ്റെ മുഖംമൂടി ഒന്നുമില്ല. പിന്നെ ഉണ്ട് ശ്രുതി കൊച്ചിനെ പരിചയപ്പെട്ടു, പുതിയ ജനറേഷനെ കുറിച്ചൊക്കെ ചോദിച്ച് ഞാൻ പഠിച്ചു. എല്ലാവർക്കും ഒരുപാട് സന്തോഷം, സ്നേഹം, നന്ദി. പിന്നെ